ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് റാഗി വെച്ചിട്ട് എങ്ങനെയാണ് ഒരു ഓട്ടട ഉണ്ടാക്കുന്നത് നോക്കാം. പച്ചരി വെച്ചിട്ട് നമ്മൾ ഓട്ടട ഉണ്ടാക്കി ചാനലിൽ ഇട്ടിട്ടുണ്ട്, അപ്പൊ കാണാത്തവരൊന്ന് കണ്ടു നോക്കണേ. ഇന്ന് നമുക്ക് റാഗി വെച്ചിട്ട് എങ്ങനെയാണ് ഓട്ടട ഉണ്ടാക്കുന്നത് നോക്കാം. മിക്സിയുടെ ജാറിലോട്ട് 1 കപ്പ് കുതിർത്ത റാഗിയാണ്. നമ്മൾ രാത്രി എങ്ങാനും വെള്ളത്തിലിട്ട് വെച്ചാൽ മതി, അപ്പൊ രാവിലെ നമുക്ക് അരച്ചെടുക്കാം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഒരു 6-7 മണിക്കൂറോളം വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. ഇനി അടുത്തത് ഇതിലോട്ട് ചേർക്കുന്നത് 1 കപ്പ് തേങ്ങയാണ് കേട്ടോ. അത് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/2 കപ്പോളം ചോറ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏത് അരിയുടെ ചോറ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാൻ എടുത്തിരിക്കുന്ന വെള്ള അരിയുടെ ചോറാണ്. നല്ല പോലെ ഇത് മഷി പരുവത്തിലൊന്ന് അരച്ചെടുക്കണം. അരച്ചെടുത്തത് നമ്മളൊരു പാത്രത്തിലോട്ട് വെച്ചു കൊടുക്കാം. ഇപ്പൊ മാവ് കുറച്ച് തിക്കായിട്ടാണ് ഇരിക്കുന്നത്, നമുക്ക് കുറച്ച് ലൂസായിട്ട് വേണം. അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിന്റെ കൺസിസ്റ്റൻസി നോക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. കട്ടിയില്ലാതെ വേണം മാവിരിക്കാൻ, അപ്പൊ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ചൂടുവെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണോളം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഒന്ന് മിക്സ് ചെയ്തെടുത്ത് നമുക്ക് ഓട്ടട ചുട്ടെടുക്കാം. ഓട്ടട ചട്ടി ഗ്യാസിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഓയിലൊന്ന് തൂത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കുറച്ച് കട്ടിയിൽ ഒഴിച്ചു കൊടുക്കുക. ഒരുപാടൊന്നും വേണ്ട, നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക. തീ എപ്പോഴും കുറച്ച് വെച്ചേക്ക്, ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ. ഇല്ലെങ്കിൽ താഴ്ഭാഗം നന്നായിട്ട് കരിഞ്ഞു പോവുകയും ചെയ്യും, അതിന്റെ ഉൾവശം ഒന്നും വേവാതിരിക്കുകയും ചെയ്യും. അപ്പൊ സിമ്മിലാക്കിയിട്ട് വേണം വേവിച്ചെടുക്കാൻ. ഇനി ചെറുതായിട്ട് ഈ ബബിൾസ് ഒക്കെ ഒന്ന് വന്ന് തുടങ്ങുമ്പോൾ നമുക്ക് അടച്ചു വെക്കാം. ഇത് റെഡി ആയിട്ടുണ്ട്. ഇത് വെന്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ചട്ടിയിൽ നിന്ന് ഇതുപോലെ ഇങ്ങനെ വേർപെട്ട് കിട്ടും. പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാം. ഇനി നമുക്ക് അടുത്തതും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം മാവ്. ഇനി ഒന്ന് അടച്ചു വെച്ചു കൊടുക്കാം കേട്ടോ. ഇത് റെഡി ആയിട്ടുണ്ട്, നമുക്ക് എടുക്കാം. അപ്പൊ നമ്മുടെ റാഗി വെച്ചുള്ള ഓട്ടട ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഹെൽത്തി ആണ്, നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനായിട്ടോ ഡിന്നറിനായിട്ടോ ഒക്കെ കഴിക്കാം. ഇനി റാഗി വെച്ച് കുറുക്കുകളൊന്നും കഴിക്കാത്ത, പുട്ടൊന്നും കഴിക്കാത്ത കുട്ടികളൊക്കെ അല്ലെങ്കിൽ മുതിർന്നവരൊക്കെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് ഇത് ഉണ്ടാക്കി കൊടുക്കാം. അപ്പൊ അങ്ങനെ കഴിക്കാത്തവരൊക്കെ ഇത് കഴിച്ചോളും. ഇത് നമുക്ക് കറിയുടെ കൂടെ കൂട്ടി കഴിക്കാനൊക്കെ ആണെങ്കിൽ സിമ്പിൾ ആണ്. ഇനി കറി ഇല്ലാതെ വേണമെങ്കിൽ നമുക്ക് കഴിക്കാം. അങ്ങനെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ കഴിക്കാം. അപ്പൊ ഏത് കറിയുടെ കൂടെ വേണമെങ്കിലും നമുക്ക് കൂട്ടി കഴിക്കാം. അപ്പൊ ഇടുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്കും കമന്റും ഷെയറൊക്കെ ഒന്ന് ചെയ്യാൻ നോക്കണേ. അതുപോലെ തന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോണേ. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.